ഓമനെ ഉണ്ണി നിന്നെ ഓത്തിരിപ്പൂരമ്മ താമരേ നിൻ പൂങ്കവിളിൽ നല്ലിതളഴകിൽ നൂറുമ്മ. കലകളുണ്ട്, ശാസ്ത്രങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, അനർഹമായ അനുഗ്രഹങ്ങളുണ്ട്. ഈ അനുഗ്രഹങ്ങൾ സംതൃപ്തിയാണ് എല്ലാ അനുഗ്രഹങ്ങളെന്ന് പറയാം. നിങ്ങൾ മാറാൻ ആഗ്രഹിക്കേണ്ട, അത് ചോദിക്കുക. നിങ്ങൾ അതായത് ഉചിതമായ തീരുമാനം, നിങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്നത് അതാണ് ഉചിതമായ നിങ്ങളുടെ വലിയൊരു ഡിസിഷൻ, തീരുമാനം എന്ന് പറയാം. നിങ്ങൾ മാറാൻ ഉള്ളിലെ ചിന്ത, ഞാൻ അതാ പറയുന്നത്, ഉള്ളിലെ ചിന്തയില്ല, അതാണ് സത്യം. നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നു, ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ ഉള്ളിലൊരു ചിന്ത വരും, അത് സത്യം. അതാണ് ഏറ്റവും വലിയ സത്യം. അത് സ്പഷ്ടമായി നിങ്ങൾക്ക് പറയാൻ സാധിച്ചെങ്കിൽ, സ്പഷ്ടമായിട്ട് പ്രകടിപ്പിക്കാൻ സാധിച്ചെങ്കിൽ നിങ്ങൾ വിജയിച്ചു എന്ന് വേണം പറയാം. ഉള്ളിലെ ചിന്തയാണ് സത്യം. അതിൽ നന്മ വരട്ടെ എല്ലാവർക്കും. അതാ പറയാം, ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ മാറ്റം, എനിക്ക് മതി, എനിക്കിതേ ആവശ്യമില്ല, അതേ ആവശ്യമില്ല. ആവശ്യങ്ങൾക്ക് നേടിയ ആവശ്യങ്ങളല്ല, അനാവശ്യമില്ല, മനസ്സിൽ അതൃപ്തികളില്ല, സംതൃപ്തിയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സംതൃപ്തി ആവശ്യമുണ്ട്. അത് പറയുന്ന പോലെ എൻ്റെ അച്ഛൻ മരിച്ചു, അത് ദുഃഖമായിരുന്നു, അതിന് റിക്കവറി ചെയ്യുന്ന എൻ്റെ അമ്മയെ സഹായിക്കണം, അത് സഹായിച്ചേ പറ്റും. അതിൻ്റെ സഹായത്തിനായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ ബുദ്ധിമുട്ടാകുന്നില്ല. അപ്പം പറയുന്ന പോലെ എന്തുകൊണ്ട് മാറണമെന്ന് ചിന്തിക്കരുത്. എന്താ മാറ്റം, എന്താണ് ഈ മാറ്റം, നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഉചിതമായി ചിന്തിക്കാൻ സാധിക്കട്ടെ, സ്പഷ്ടമായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ, പിന്നെ തൃപ്തിയോടെ ജീവിക്കാൻ സാധിക്കട്ടെ. മനമടുപ്പുള്ളവർക്ക് ഇത് നേട്ടം. മനമടുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലേശത്തിൽ ജീവിക്കുന്നു എന്നർത്ഥം. ആ ക്ലേശം നമ്മളെ വല്ലാതെ നശിപ്പിക്കും. ക്ലേശം എന്ന് പറഞ്ഞാൽ ദുഃഖം, എന്നും ദുഃഖം നിറഞ്ഞ് നിൽക്കുന്ന അത് നിങ്ങളുടെ മനസ്സ് എന്താണ് പറയുക, അത് പറയുമല്ലോ, നിങ്ങളെന്നെ കണ്ടെത്തുക. മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയില്ലേ, മനസ്സെന്തോ അതാണ് മുഖം, അതാണല്ലോ, മനസ്സാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മുഖത്തിൽ ശുദ്ധി വരട്ടെ എല്ലാവർക്കും, ആ മനഃശുദ്ധി ഉണ്ടാകട്ടെ, എല്ലാവരും തൃപ്തിയോടെ ജീവിക്കാൻ സാധിക്കട്ടെ. എന്താ ഇങ്ങനെ ഒരു ചോദ്യം, എന്താ ഇങ്ങനെ സംസാരിക്കാൻ ചിന്തിക്കുക. 2 മിനിറ്റിൽ ഒതുക്കണമെന്ന് വിചാരിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂർ, 5 മണിക്കൂർ, 6 മണിക്കൂറാവാം, 7 മണിക്കൂറായിക്കോട്ടെ, 5 മണിക്കൂറാണ് ചോദിക്കുകയാണോ, വേറെ ചെയ്യുക. 5 മണിക്കൂറാവുള്ളൂ, 6 മണിക്കൂറാവുള്ളൂ അല്ലേ, 7 മണിക്കൂറായിക്കോട്ടെ, 8 മണിക്കൂറായിക്കോട്ടെ, 10 മണിക്കൂർ സംസാരിക്കുകയാണെങ്കിൽ സംസാരം തീരും. ഇപ്പോൾ എന്താണ് പ്രബന്ധങ്ങളെ അവതരിപ്പിക്കുന്ന പലരുണ്ട്, അവർക്ക് നിൽക്കില്ല സംസാരം. എന്താണ്, ഒന്നിനെ കുറിച്ച് സംസാരിച്ച് വേറൊന്നൊരു ശാഖയിലെത്തി, ആ ശാഖയിൽ നിന്ന് വേറൊരു ശാഖയിലെത്തി, ആ ശാഖയിൽ നിന്ന് വേറൊരു ശാഖ മാറിക്കൊണ്ട് ശേഖരണങ്ങൾ വേറെയാണ്. ഉത്കൃഷ്ടം എന്ന് പറഞ്ഞാൽ തൃപ്തി, ഉത്കൃഷ്ടമായിട്ടുള്ള അനുഭവം എല്ലാവർക്കും ഉണ്ടാവട്ടെ. പ്രതീതി ജനിപ്പിക്കുന്ന അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത്ഭുതം എന്താണ്, നന്മയുള്ള ചിന്തയ്ക്ക് അത്ഭുതങ്ങളുണ്ടാവും. ആ അത്ഭുതം നിറഞ്ഞ പ്രവർത്തികൾ നിങ്ങൾക്ക് ആരംഭിക്കാൻ സാധിക്കും. അപ്പോൾ ശ്രേഷ്ഠമായ തൃപ്തി നിറഞ്ഞ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് മനസ്സെന്ന മഹാസാഗരത്തിന് സംതൃപ്തി നൽകാൻ നിങ്ങൾക്ക് സാധിക്കും. ഐ മീൻ, നിങ്ങൾക്ക് സംതൃപ്തി തരാൻ നിങ്ങളുടെ മനസ്സിനാവട്ടെ. നിങ്ങളാണ് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രണം, നിങ്ങളാണ് നിങ്ങളുടെ മനസ്സിനെ പരിപാലിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിച്ച് നിങ്ങൾക്ക് സംതൃപ്തി അല്ലെങ്കിൽ സംതൃപ്തി നേടാൻ ഒരു മാർഗം നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രണം. ആ നിയന്ത്രണം നിങ്ങളുടെ കൈകളിലാവട്ടെ. മറ്റുള്ളവരെ ആശ്രയിച്ചിരിക്കണം. ആരോ എന്തോ ആവട്ടെ, അവർക്കിങ്ങനെ ഈ ചിന്തകൾ വല്ലാതെ ക്ലേശങ്ങൾ ഉണ്ടാക്കും. അത് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ക്ലേശങ്ങൾ ഉണ്ടാക്കും. അപ്പം നിങ്ങളെ ചിന്തിക്കുക, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. നിങ്ങളുടെ നേട്ടങ്ങൾ അതേ ഉള്ളൂ. നിങ്ങളുടെ നേട്ടം നിങ്ങളുടെ നേട്ടം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സംതൃപ്തി നേടി അനുഗ്രഹം ആവട്ടെ നിങ്ങളുടെ നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ അനുഗ്രഹം. നിങ്ങൾക്ക് സംതൃപ്തി നിങ്ങൾ വലിയൊരു അനുഗ്രഹമായി മാറി. ആ അനുഗ്രഹം മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ സാധിക്കട്ടെ. സംതൃപ്തി സമാധാനം. ഞാൻ